ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പം എസ്റ്റർഡേ ഷാനവാസിക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിൽ നിന്ന് ഉന്നയിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. അതായത് ബിഗ് ബോസിലുള്ള ആരും എന്താണ് ഷാനവാസിക്ക് ഒരു വിഷ് ചെയ്യാനെന്ന്. അത് ചിലപ്പോൾ കണ്ടില്ലാത്തവരുടെ കുഴപ്പമായിരിക്കും അല്ലേ. അപ്പോൾ കണ്ണുണ്ടെങ്കിലും ചിലതൊന്നും ചിലവർ കാണത്തില്ല. അതായത് അനീഷേട്ടൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നൂറ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ആദില വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അക്ബറിൻ്റെ വൈഫ് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒനീൽ സാബ് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലാം സ്റ്റാറ്റസ് ആക്കി ഇടേണ്ട ആവശ്യമില്ല. ഷാനവാസിനെ കോൾ ചെയ്തിട്ടുണ്ടാവുക ബിഗ് ബോസിലെ ആൾക്കാർ തന്നെ. അതേപോലെ തന്നെ ഈ ബിഗ് ബോസിലെ ആൾക്കാർ തന്നെ അല്ലേ ഈ അനീഷും നൂറയും ആദിലയും അതേപോലെ തന്നെ ഒനീലും ഒക്കെ എല്ലാവരും ബിഗ് ബോസിലെ ആൾക്കാർ തന്നെയാണ്. അതവരെ വിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പുറത്തുള്ള ആൾക്കാർ ഇത്രയും കമൻസ് പോയി താഴെ ഇടുന്നത് മനസ്സിലാവുന്നില്ല. അതെന്താ വിളിക്കാഞ്ഞേ? അതേപോലെ തന്നെ വേറൊരു കാര്യം, അപ്പാനിയുടെ വൈഫിൻ്റെ വളകാപ്പിന് എന്തുകൊണ്ട് ഷാനവാസിക്കനെ വിളിച്ചില്ല? ഒരാളെ വിളിക്കോ വിളിക്കാതിരിക്കോ അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതേപോലെ തന്നെ ഒരാളെ വിഷ് ചെയ്യണമെന്നുള്ളത് ആളുടെ പേഴ്സണൽ ചോയ്സാണ് അല്ലേ. അപ്പം ആൾ എന്തുകൊണ്ട് വിഷ് ചെയ്തില്ല എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ വിഷ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എല്ലാം വാട്സാപ്പ് അല്ല സ്റ്റാറ്റസ് ആക്കി ഇടേണ്ട ആവശ്യം ഷാനവാസിക്കില്ല. ഓൾറെഡി ചിലപ്പോൾ വിളിച്ചായിരിക്കും വിഷ് ചെയ്തിരിക്കുന്നത്. ഒന്നും നമുക്കറിയത്തില്ല. ഷാനവാസിക്ക് അറിയത്തുള്ളൂ ആര് വിഷ് ചെയ്തില്ല എന്നുള്ളത്. അതിൽ ഈ കാണുന്ന ജനങ്ങൾ ബോധറാവണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു കമൻ്റ് അല്ല, ഒരുപാട് എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ തന്നെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ആരും വിഷ് ചെയ്തില്ല എന്നുള്ളത്. അതാണ് ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആരൊക്കെ വിഷ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ ഈ കമൻറ്റ് ഒന്നോ രണ്ടോ കണ്ടതിൽ ഞാൻ വിട്ടു. പക്ഷേ കുറച്ചേറെ ആയിട്ട് കണ്ടുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ജോലി നോക്കുക. ഷാനവാസിക്കനെ വിഷ് ചെയ്യേണ്ടവർക്ക് വിഷ് ചെയ്യാം. അത് എന്താ പറയുക, അത് ഷാനവാസിക്ക ഒരു നല്ലൊരു സുഹൃത്ബന്ധം വ്യക്തൻ അറിയാത്തൊരു വ്യക്തി ആയതുകൊണ്ടാവണം അതൊന്നും അവരാരും വിളിച്ചൊന്ന് ബർത്ത്ഡേ പോലും വിഷ് ചെയ്യാനില്ലാഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിടത്തോളം. നല്ല പോലെ എന്താ പറയുക, ഫ്രണ്ട്സിനെ എന്താ പറയുക കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഷാനവാസിക്കനെ തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ അനീഷേട്ടൻ സംസാരിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉറ്റ സുഹൃത്തെന്നാണ് പറഞ്ഞത് അനീഷേട്ടൻ പറഞ്ഞത്. എല്ലാം കൊണ്ടും ചേട്ടനായിട്ടും ഗുരുവായിട്ടും അതുപോലെ തമാശ പറയുമ്പം എന്താ പറയുക അനീഷേട്ടനേക്കാളും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയായിട്ടുമാണ് ഷാനവാസിക്കനെ അനീഷേട്ടന് തോന്നുന്നു പറഞ്ഞു. സോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ്. അത് ആരാണ് എന്താണ് ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ളതാണ്. നിങ്ങൾക്ക് അത് അവിടെ ഇരുന്ന് പറയാമെങ്കിൽ എനിക്കിങ്ങനെ ഇവിടെ ഇരുന്ന് എൻ്റെ വീഡിയോയിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും പറയും. അതെനിക്ക് 100% ഞാൻ പറഞ്ഞിരിക്കും. അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. അപ്പം എനിക്ക് ഇത്രയുമാണ് പറയാനുള്ളത്. ആര് ഷാനവാസിക്കനെ വിഷ് ചെയ്തെന്നുള്ളതല്ല, ബിഗ് ബോസിലെ അംഗങ്ങളായ നൂറ ആദില പോലുള്ള ആൾക്കാർ ഓൾറെഡി വിഷ് ചെയ്തിട്ടുണ്ട്. അത് സന്തോഷം. ആര് വിഷ് ചെയ്തില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ജെനുവിനായ കുറേ ഫ്രണ്ട്സ്, അതിന് ജെനുവിനായ കുറേ ഫാൻസ്, ഒരുപാട് ഫാൻസ് ബേസുള്ള ഒരാളാണ്. അപ്പം ആളുകളൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അനുമോൾ വിഷ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവാണത്. ആര് വിഷ് ചെയ്യണം വിഷ് ചെയ്യേണ്ട എന്നുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിൽ നമുക്ക് ഒരിക്കലും കൈയെടുക്കാൻ പറ്റത്തില്ല. അനുമോൾ വിഷ് ചെയ്തോ ഇല്ലയോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അനുമോൾ വിഷ് ചെയ്തിട്ടുണ്ടെങ്കിലോ, വിളിച്ച് ചിലപ്പോൾ വിഷ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ചിലപ്പോൾ വാട്സാപ്പിൽ വിഷ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ഇത് ഇൻസ്റ്റയിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിലും അത് നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള പ്രശ്നമാണ്. അപ്പം വാട്സാപ്പിലോ അല്ലെങ്കിൽ FBയിലോ എവിടെയെങ്കിലും വിഷ് ചെയ്തിട്ടുണ്ടെങ്കിലോ, സോ മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് വലിച്ചെഴുതാതിരിക്കുക. എവിടെയെങ്കിലും ഷാനവാസിക്കനെ കാണുമ്പോൾ വെറുതെ ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക. ആ പാവം മനുഷ്യൻ ജീവിച്ച് പൊക്കോട്ടെ. അദ്ദേഹത്തിൻ്റെതായ ഫാമിലിയുടെ കൂടെ സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്ത്, അതേപോലെ തന്നെ അദ്ദേഹം വളരെ ബിസിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ. സോ അതിനെ വെറുതെ വിടുക. അല്ലാതെ എന്തുകൊണ്ട് വിഷ് ചെയ്തില്ല, എന്തുകൊണ്ട് അവിടെ ഫംഗ്ഷന് വിളിച്ചില്ല, എന്തുകൊണ്ട് ഇനോഗ്രേഷൻ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ ഇത്രയും പറയാൻ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ബിക്കോസ് ഓഫ് ദോസ് എന്താ പറയുക കമൻസ് കാരണം എനിക്ക് വിഷമം തോന്നി. ബിക്കോസ് ഇത് ഷാനവാസിക്കയുടെ ബർത്ത്ഡേ ആയിട്ട് കൂടി ഇത്രയും നെഗറ്റീവ് കമൻറ്റ്സ് വരേണ്ട ആവശ്യം ഇല്ല. ബിക്കോസ് വിഷ് ചെയ്യാൻ ഞങ്ങളെപ്പോലുള്ള കുറേ ജെനുവൈൻ ഫാൻസ് ഉണ്ട്. അപ്പം അത് ഓർത്ത് എന്താ പറയുക നിങ്ങൾ എന്താ പറയുക വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. ലവ് യു ഓൾ. ബൈ.